നാണവും മാനവും ഇല്ലാതെ ചില ടീമുകളുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഇവറ്റകൾക്കൊന്നും ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. വേറെ ആരെ പറ്റിയോട്ട് പറയുന്നത്, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലൊക്കെ നിൽക്കുമ്പോൾ പലരും ഈ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അനീഷിന് വേണ്ടിയിട്ട് ചാവേറായ അല്ലെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ടായ ആ മനുഷ്യൻ നമ്മളെയൊക്കെ ഒന്ന് വിളിക്കൊന്നും വേണ്ടടാ, വിളിക്കൊന്നും വേണ്ടാടുന്നേ, അങ്ങനെ വിളിക്കണമെന്നും പറയുന്നില്ല. എന്നാലും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോ ചെയ്തതല്ലേ എന്നാ വല്ല എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചിട്ടെങ്കിലും ഒന്നും ചോദിക്കത്തില്ല. അതുപോലെ തന്നെ ജിൻഡോ എന്ന് പറയുന്ന മാന്യനും അങ്ങനെ, ശോഭ എന്ന് പറയുന്ന സ്ത്രീയും അങ്ങനെ തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ അനുമോളുടെ കാര്യത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലില്ലേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് വേറെ ഒന്നുമല്ല, അതായത് അനുമോള് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ അവരുടെ വിവാഹത്തിന് വിളിച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, അവരാ ഒരു ഇതിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തവരെയൊക്കെ വിളിച്ച് അവർ നന്ദി പറഞ്ഞിരിക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് ഇവിടെ ഒരു കൂട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്ദിയോ ഒരു കാര്യങ്ങളോ അവരൊന്നും പറഞ്ഞിട്ടല്ല നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും പറയുകയാണ്, നന്ദിയുടെ കാര്യത്തിൽ അനുമോളെ കണ്ട് പഠിക്കണം നമ്മളെല്ലാവരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അനുമോളൊക്കെ മാത്രമേ ഉള്ളൂ ഈ ബിഗ് ബോസിൽ ഇത്രയും നാൾ വന്നിട്ട് അനുമോളൊക്കെ മാത്രമേ ഉള്ളൂ ഇത്രയും നന്ദി എന്നേ ഞാൻ പറയുള്ളൂ. വേറൊരു മനുഷ്യന്മാർക്കില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് എത്രമാത്രം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ലാത്ത ടീമുകളാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് ഇവർക്ക് തന്നെ അറിയില്ലേ ആരൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ട്, ആരൊക്കെ ഇവരെ ഇതാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇവർക്ക് അറിയാം. പക്ഷേ വിളിക്കത്തില്ല, കാരണം വിളിക്കുകയേ ചെയ്യില്ല. ഞാൻ ഒരുപാട് കമൻറ്റുകൾ ഈ ജിൻഡോൻ്റെ പിന്നെ ഇതിൻ്റെ അടിയിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അനീഷിൻ്റെ ഇതിലൊക്കെ ഞാൻ കാണാറുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അയാളെ വിളിച്ചില്ല, അയാൾ ഒന്ന് വിളിക്കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളൊന്നും നമ്പറൊന്നും കൊടുക്കുകയില്ല എന്നായിരിക്കും ഇവർ പറയുന്നുണ്ടാവുക. നമ്പറൊക്കെ ഇന്ന് കിട്ടാൻ പിന്നെ പണിയൊന്നും കൊണ്ടോ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ആടിയിലൊക്കെ ഇതില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ. പക്ഷേ വിളിക്കത്തില്ല. നമ്മളാരെയും അങ്ങോട്ടും വിളിക്കാനും പോകാറില്ല. അതായത് നമ്മൾ ഒറ്റ ഒരുത്തനെ പോലും അങ്ങോട്ട് വിളിക്കാൻ പോകാറില്ല. പക്ഷേ ഞാൻ ഇത് പറഞ്ഞെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ഒരു നന്ദി ഉണ്ടല്ലോ അത് അനുമോൾക്ക് വേണ്ടുവോളമുണ്ട്. ആ ഒരു ഗുണം അവർക്ക് ജീവിതത്തിലും ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മരണ വേണോ, സ്മരണ എന്ന് പറയുന്നില്ല, അതേപോലെ തന്നെയാണ് ആ ഒരു സഹായത്തിന് അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുള്ളവൾ തന്നെയാണ്. വേറെ ഒരാൾ പോലും ഇതുപോലെ ചെയ്യത്തില്ല. ഇനിയെങ്കിലും ബിഗ് ബോസ് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് ശത്രുക്കളാക്കിയിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലും ഇവർക്കൊന്നും അറിയില്ല. നമുക്കറിയാലോ ബിഗ് ബോസ് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളൊരു 2-3 ചേരിയായിട്ടൊക്കെ തിരിയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചിലയാളെ ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ചിലയാളെ ഇഷ്ടപ്പെടും. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണികളും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സഹിക്കാനുണ്ട്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, അതായത് ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു താങ്ക്സ് ഉണ്ട് കേട്ടാ എന്നൊരു വാക്കുകൊണ്ടെങ്കിലും ഇവരൊക്കെ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിളിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ വിളിക്കാറില്ല, ഒരാൾ പോലും വിളിക്കാറില്ല. ഇവരൊന്നും ഒരു ഗ്ലാസ് ചായ ഒന്നും വേണ്ട, നമുക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും വേണ്ട. പക്ഷേ ഒരു മെസ്സേജ് അയക്കുന്നതിന് കുഴപ്പമുണ്ടോ? അതായത് ഒരു മെസ്സേജ് അയക്കുന്നതിന് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് ഓരോരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 10, 100, 150 വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴൊരു മെസ്സേജ് അയക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇപ്പോൾ അനീഷിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. 7 വീഡിയോ എന്ന് പറഞ്ഞാൽ അത് അനീഷിനെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഈ അനീഷിൻ്റെ ഗെയിം എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അനീഷിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ അടുത്ത് വന്നതൊന്നുമല്ല. അത് ശരി തന്നെയാണ്. എന്നാലും ഇന്നലെ അനുമോളുടെ ആ വിവാഹം കണ്ടപ്പോഴെൻ്റെ കണ്ണ് നിറഞ്ഞു പോയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് അവിടെ ഒരു ഭാവഭേദവും കാണിച്ചിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവരെ സഹായിച്ചവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായ രീതിയിൽ ആ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതല്ലേ ഏറ്റവും വലിയൊരു നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ പഴയതൊക്കെ അങ്ങ് മറക്കുമായിരുന്നേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഒരാൾ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്. അപ്പം അങ്ങനെയുള്ള സെലിബ്രിറ്റികളിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ അനുമോൾ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ അനുമോളൊക്കെ ആ ഒരു എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ശരിക്ക് അനുമോൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാരെയും സെലിബ്രിറ്റികളെ മാത്രം വിളിച്ചാൽ മതി. പക്ഷെ അവിടെ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ചത് കണ്ടപ്പോഴില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ക്വാളിറ്റി ഞാൻ ആദ്യമാണ് മനസ്സിലാക്കിയത്. ഇതിലെനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ വളർത്തിയ അച്ഛൻ്റെയും അമ്മയും തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് ശരിക്കും ചെറുപ്പം മുതലേ അനുമോൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തിയത്. അതിൻ്റെ ഒരു ഗുണം തന്നെയാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എൻ്റെ ഇത് എനിക്ക് കിട്ടിയ 50 ലക്ഷം അത് ഞാൻ ആർക്കും കൊടുക്കണ്ടല്ലോ, ഇനി ഇവനൊക്കെ എന്തിനാണ് എന്നുള്ള ഭാവത്തിൽ വേണമെങ്കിൽ നടക്കാം.
അനുമോൾക്ക് വേണമെങ്കിൽ ഇവരെയൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കാം, ഇവരെയൊന്നും വിളിക്കാതെ വേണമെങ്കിൽ കല്യാണം കഴിച്ചൂടെ? കല്യാണ റിസപ്ഷന് ഇപ്പോൾ ഈ രാജ് ടോക്സിന് മറ്റവരെയൊക്കെ വിളിക്കണമെന്നുണ്ടോ? പക്ഷേ അവിടെയാണ് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സഹായിച്ചവരെ എല്ലാം വിളിച്ചു. അതുമാത്രവുമല്ല, തനിക്ക് വേണ്ടിയിട്ട് ഇവിടെ അധ്വാനിച്ചവരെ മുഴുവൻ വിളിച്ചു. അവിടെയാണ് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നന്മ. ഇതൊക്കെയാണല്ലോ കണ്ടു പഠിക്കേണ്ടത്. സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ കണ്ടു പഠിക്കേണ്ടത് ഇത് തന്നെയാണ്. ഒരു നേരം വെളുക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷോയിൽ പോയിട്ട് പിന്നീട് ആരെയും തിരിഞ്ഞു നോക്കാതെ അഹങ്കാരികളായിട്ട് നിന്നവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഇവിടെ അഹങ്കാരികൾക്ക് സ്ഥാനം മലയാളികൾ കൊടുക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോ അല്ലേ ഇവിടെ, ജിൻഡോനെ കാണാനുണ്ടാ? അവൻ വെറും അഹങ്കാരിയല്ലേ? ആ അഹങ്കാരി എവിടെ ഇപ്പോഴും? അനീഷ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷിനോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ആ സ്ത്രീയെ വെറുതെ എങ്കിലും വിളിച്ചിടരുത്. അതായത് നിങ്ങളൊരു ഉണങ്ങിയ പ്രേമത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ട് ഇപ്പം 3-4 ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു. ദൈവത്തെ ഓർത്തിട്ട് ഇനി അത് എടുത്തിടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അത് കഴിഞ്ഞു, അവർ വേറെ ജീവിതത്തിലേക്ക് പോയി. ഇനി അതിൻ്റെ പുറകിൽ പോയിട്ട് അയ്യോ എനിക്ക്, അയ്യോ എന്നെ, അയ്യോ എന്നെ, അതൊന്നും വേണ്ട. അവർ ജീവിക്കട്ടെ, അവരവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ. അവർ അന്തസ്സോടുകൂടി മാന്യമായ രീതിയിൽ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കമൻ്റ് ഇടുന്ന വേട്ടാവളിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് നിങ്ങളുടെ ആരോഗ്യം എന്തിനാണോ കളയുന്നത്? അവർ മര്യാദയ്ക്ക് അവരുടേതായ കാര്യം നോക്കി ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തിനാ കൊണ്ടുവന്നിട്ട് ഇതുപോലെ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നത്? അതുകൊണ്ട് തന്നെ കമൻ്റ് ഇട്ട് നിങ്ങളൊക്കെ നശിക്കുന്നതല്ലാതെ നിങ്ങളൊന്നും നന്നാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കമൻറ്റുകളികളോട് ദൈവത്തെ ഓർത്തിട്ട് കമൻറ്റും നിങ്ങൾ നിർത്തിവെക്കുക. അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ കല്യാണ റിസപ്ഷനെല്ലാം നമ്മളെല്ലാവരും കണ്ടു. വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. എല്ലാവരെയും വിളിച്ചു. അനുമോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി അർഹിക്കുന്നതെന്നേ ഞാൻ പറയുള്ളൂ. അത്രമാത്രം ഞാനൊക്കെ തെറ്റിദ്ധരിച്ചിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരാരെയും വിളിക്കാതെ സ്വകാര്യമായിട്ട് കല്യാണം നടത്തിയതുകൊണ്ട് ഞാൻ വിചാരിച്ച അങ്ങനെയായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. റിസപ്ഷൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷം തരുന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ നന്മയുണ്ടല്ലോ, ആ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുണ്ടോ. അതായത് അവർ ശരിക്കും പറഞ്ഞത് കറക്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്, കഷ്ടപ്പെട്ട് വളർന്നു വന്നവരാണ്. ആ ഒരു നന്മ അവർക്ക് കൃത്യമായിട്ട് ഉണ്ടാകുന്നേ എനിക്ക് പറയാനുള്ളൂ. അതല്ലടോ വേണ്ടത്, അതല്ലേ ഏറ്റവും വലിയൊരു വിജയമാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവന്മാരോട് പറയാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങൾ ഇമാതിരി എന്നാ പറഞ്ഞിട്ട് ഇതൊക്കെ നിർത്തുക. അതായത് നെഗറ്റീവ് കമൻറ്റുകൾ എവിടെ പോയി കഴിഞ്ഞാലും എന്തായി അനുമോൾക്ക് എന്തായി, അനീഷ നീ പോയിട്ടില്ലടോ, നീ കല്യാണത്തിന് പോയില്ലേ, ഈ ചോദ്യങ്ങൾ ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അന്നാൻ്റെ പശുവും ചത്ത് മൂല്യ പുളിയും പോയി പിന്നെയും ചില ടീമുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പറയുകയാണ്, ഏതായാലും അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. അനുമോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം നന്ദിയുണ്ട്. നല്ല രീതിയിൽ നന്ദിയുള്ളൊരു കുട്ടിയാണ്, നല്ല രീതിയിൽ വളർത്തിയൊരു കുട്ടി തന്നെയാണ്. വളരെ സന്തോഷമുണ്ട് അനുമോൾ ഇന്നലെ എല്ലാവരെയും വിളിച്ചപ്പോൾ നമ്മളെ വിളിച്ച പോലെ തന്നെയായി. അതാണ് ഞാൻ വിചാരിച്ചു വെറും സെലിബ്രിറ്റികളെയും സിനിമാ താരങ്ങളെയും മാത്രമേ വിളിക്കുള്ളൂ. ഇല്ല, അതാണ് പറയുന്നത്. നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഇതാണ്. ഇത് മനസ്സിലാക്കുക. ഇനി പോകുന്ന കുറച്ച് ടീമെങ്കിലും. ബൈ.